ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ബിഗ് ഡാറ്റ അനാലിസിസ്? എന്താ ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ് അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡാറ്റയിൽ കുറച്ച് ഹിഡൻ പാറ്റേൺസ് ഉണ്ടായിരിക്കും. ഈ ഹിഡൻ പാറ്റേൺസിനെ അൺകവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടായിരിക്കും. ഈ ഡാറ്റയിൽ കുറച്ച് ഹിഡൻ പാറ്റേൺസ് ഉണ്ടായിരിക്കും. ഈ ഹിഡൻ പാറ്റേൺസിനെ അൺകവർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ഡിജിറ്റൽ ഡിവൈഡ്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പാണ്. അതായത് നമ്മുടെ ഡിജിറ്റൽ ഏജിൽ ജനിച്ച ആളുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഏജിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആളുകളും ആ ബെനിഫിറ്റ് കിട്ടാത്ത ആളുകളുണ്ട് അല്ലേ. അവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ ഏജിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആളുകളുണ്ടായിരിക്കും, അതായത് ഇപ്പോഴുള്ള ആളുകൾ. അതുപോലെ തന്നെ പണ്ടത്തെ ആളുകൾക്ക് ആ ഒരു ഡിജിറ്റൽ ഏജിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടാത്ത ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ആ കിട്ടുന്ന ആളുകളും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാത്ത ആളുകളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 4 പോപ്പുലർ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ്. നമുക്ക് ഒരുപാട് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും 4 ഇ കൊമേഴ്സ് വെബ്സൈറ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? നമുക്ക് ആമസോൺ എഴുതാം, ഫ്ലിപ്കാർട്ട് എഴുതാം, സ്നാപ്ഡീൽ എഴുതാം, മിന്ത്ര. ഇതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ് കേട്ടോ. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആമസോൺ എഴുതിയിട്ട് ആമസോനെ കുറിച്ച് 2 വേർഡ്സ് അല്ലെങ്കിൽ 2 ലൈൻസ് എഴുതാം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്ത് കൊടുക്കാം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ. അടുത്തതാണ്, വാട്ട് ഡു യു മീൻ ബൈ ഇൻഫോർമേഷൻ ഓവർലോഡ്? ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു പേഴ്സണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്കൊരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് എന്താവശ്യമാണ്? ഇൻഫോർമേഷൻ ആവശ്യമാണ്. പക്ഷേ ആ ഇൻഫോർമേഷൻ ഇവിടെ എന്താണ്? എക്സസ് ആണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. എക്സസ് ഓഫ് ഇൻഫോർമേഷൻ ആണെങ്കിൽ അതിനെയാണ് ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. ഒരു പേഴ്സണ് എന്തെടുക്കണം? ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്കൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ട്. പക്ഷേ അതെടുക്കാനായിട്ടുള്ള ഇൻഫോർമേഷൻ എന്താണ്? ഒരുപാട് അധികം ഉണ്ട്. എക്സസ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ്, വാട്ട് ഡു യു മീൻ ബൈ C2C? C2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കസ്റ്റമർ ടു കസ്റ്റമർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇതൊരു ബിസിനസ് മോഡലാണ്. C2C എന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡലാണ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? പ്രൊഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും ട്രാൻസാക്ഷൻസ് ആര് തമ്മിലാണ് ഉണ്ടാവുന്നത്? കസ്റ്റമേഴ്സ് തമ്മിൽ തന്നെ. 2 കസ്റ്റമേഴ്സ് തമ്മിൽ തന്നെ എന്ത് ചെയ്യാണ്? പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് എന്ത് ചെയ്യാണ്? ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് C2C അല്ലെങ്കിൽ കസ്റ്റമർ ടു കസ്റ്റമർ എന്ന് പറയുന്നത്. എന്താണ് കസ്റ്റമർ ടു കസ്റ്റമറിൽ എന്താ ഉണ്ടാവുന്നത്? ട്രാൻസാക്ഷൻസ്, അതായത് 2 കസ്റ്റമേഴ്സ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്താണ്? C2C അല്ലെങ്കിൽ കസ്റ്റമർ ടു കസ്റ്റമർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്? എന്താ വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ? ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കും ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്നല്ലേ. പക്ഷേ ഇവിടെ ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കർ ചെയ്യുന്നത് എന്താണ്? ഒരു എത്തിക്കൽ സെക്യൂരിറ്റി ഹാക്കറാണ്. വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ സെക്യൂരിറ്റി ഹാക്കറാണ്. അയാൾ എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ വൈറ്റ് ഹാറ്റ് ഹാക്കിങ്ങിൽ എന്താ ഉണ്ടാവുന്നത്? അതായത് ഓണറിൻ്റെ കൺസെൻറ്റോട് കൂടി തന്നെ, എന്താണ്? ഓണർ അറിയാതെയല്ല, ഓണറിൻ്റെ കൺസെൻറ്റോട് കൂടി തന്നെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ത് ചെയ്യും? ആ ഒരു കറണ്ട് സിസ്റ്റത്തിൽ എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടോ, സെക്യൂരിറ്റീസ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ സെക്യൂരിറ്റി ഹാക്കറാണ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഓണറിൻ്റെ കൺസെൻറ്റോട് കൂടി തന്നെ എന്ത് ചെയ്യാണ്? കറണ്ട് സിസ്റ്റത്തിൽ എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ്
ചെയ്യുന്നതിനെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഇസ് സൈബർ എത്തിക്സ്. സൈബർ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ മോറൽ ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ്, ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ എൻവിറോൺമെൻറ്റ്സിലും അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയയിലൊക്കെ പ്രിട്ടൺ ചെയ്യുന്നതിനെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സൈബർ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോറൽ ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ്, എത്തിക്കൽ ബിഹേവിയേഴ്സ് ഒക്കെ ഓൺലൈൻ എൻവിറോൺമെൻറ്റ്സ്, നമുക്ക് ചുറ്റുള്ള ഓൺലൈൻ എൻവിറോൺമെൻറ്റിലും അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയയിലൊക്കെ ഇതാക്കുന്നതിനെയാണ് സൈബർ എത്തിക്സ്, പ്രിട്ടൺ ചെയ്യുന്നതിനെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഇസ് ഇമെയിൽ സ്പൂഫിങ്. ഇമെയിൽ സ്പൂഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഫേക്ക് ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്യാണ്. അതായത് ആ ഒരു മെസ്സേജ് ശരിക്കും ഒരു ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നാണ് വരണേ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഇമെയിൽ സ്പൂഫിങ് എന്ന് പറയുന്നത്. പക്ഷെ അത് ചിലപ്പോൾ എന്തായിരിക്കില്ല, ആ ഒരു സോഴ്സ്, ആ ഒരു ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കില്ല വരുന്നുണ്ടായിരിക്കുക. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പറ്റിക്കാനായിട്ട്, ഒരു സൈബർ ക്രൈമായിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഫേക്ക് ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഫേക്ക് അഡ്രസ്സ് യൂസ് ചെയ്യുന്ന കാര്യം നമുക്ക് മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവില്ല. മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ അതൊരു ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നുള്ളൊരു മെസ്സേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ അതെന്താണ്, ഇമെയിൽ സ്പൂഫിംഗ് ആണ്. ആ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് ആയിരിക്കില്ല ആ ഒരു മെയിൽ വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സസ് യൂസ് ചെയ്യുന്നതിനെയാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഇസ് ഗൂഗിൾ സ്കോളർ. എന്താ ഗൂഗിൾ സ്കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രീലി ആക്സസബിൾ ആയിട്ടുള്ള വെബ് സെർച്ച് എൻജിനാണ്. ആർക്കും ആക്സസബിൾ ആയിട്ടുള്ളൊരു വെബ് സെർച്ച് എൻജിനാണ്. ഇവിടെ എന്താണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് ഡിസിപ്ലിൻ ആണെങ്കിലും എന്ത് സോഴ്സസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്ത് തന്നെ വേണമെന്നുണ്ടെങ്കിലും എന്തുണ്ടായിരിക്കും, ആ ഒരു നമ്മുടെ സെർച്ച് എൻജിനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത് ഫ്രീലി ആക്സസബിൾ ആയിട്ടുള്ളൊരു വെബ് സെർച്ച് എൻജിനാണ് കേട്ടോ. അടുത്തതാണ് വാട്ട് ഇസ് ഓൺലൈൻ അഡ്വർടൈസിങ്. ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അഡ്വർടൈസ് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ത്രൂ ഇൻ്റർനെറ്റിലൂടെയൊക്കെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുമല്ലോ, ആ മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടോ ചെയ്യുന്ന മാർക്കറ്റിങ്ങിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്തത് വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ന്യൂ ജെൻ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് അഡ്വാൻറ്റേജസ് മാത്രമല്ല കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ്? വെരി കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ, നല്ല രീതിയിൽ തന്നെ കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും, അൺറിലയബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ലോട്ട് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂ ജെൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അടുത്തത് വാട്ട് ഇസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എവിടെ നിന്ന് വേണമെങ്കിലും ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങൾ എവിടെയാണെന്നുള്ളത്, അതായത് നിങ്ങൾ വേൾഡിൻ്റെ എവിടെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് വാട്ട് യു മീൻ ബൈ സൈബർ വാൻഡലിസം. സൈബർ വാൻഡലിസം എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഫോം ഓഫ് സൈബർ ക്രൈമാണ്. സൈബർ വാൻഡലിസം എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് സൈബർ ക്രൈമാണ്. അതെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റുകളെ ഡിസ്റപ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു സൈബർ ക്രൈമാണ് സൈബർ വാൻഡലിസം. അപ്പോൾ സൈബർ വാൻഡലിസം എന്ന് പറയുന്നത് ഒരു സൈബർ ക്രൈമാണ്. അതെന്താ ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യും അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ഡിസ്റപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ വാൻഡലിസം എന്ന് വിളിക്കുന്നത്.
അടുത്തത് ഹൂ ആർ ഡിജിറ്റൽ നാറ്റീവ്സ്. ഡിജിറ്റൽ നാറ്റീവ്സ് എന്ന് പറയുന്നത് ആരാണ്? അതായത് നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജിയിൽ എന്ത് ചെയ്തിരിക്കുന്ന ബോൺ ചെയ്തതും അതുപോലെ തന്നെ ബ്രോട്ടപ്പ് ചെയ്ത ആളുകളെ, നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജിയുടെ ഈ ഒരു ഏജ് ഉണ്ടല്ലോ, ഈ ഒരു ഏജിൽ ബോൺ ചെയ്തതും അതുപോലെ തന്നെ ബ്രോട്ടപ്പ് ചെയ്ത പേഴ്സൺസിനെയാണ് നമ്മൾ ഡിജിറ്റൽ നാറ്റീവ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആരായിരിക്കും? ഡിജിറ്റൽ നാറ്റീവ്സ് ആയിരിക്കും അല്ലേ? ഡിജിറ്റൽ ടെക്നോളജിയുടെ ആ ഒരു ഏജിലാണ് നമ്മളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്? ബോൺ ചെയ്തിരിക്കുന്നതും ബ്രോട്ടപ്പ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി ഏജിൽ ബോൺ ചെയ്യും ബ്രോട്ടപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന പേഴ്സൺസിനെയാണ് ഡിജിറ്റൽ നാറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഓക്കെ ആയിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ.